ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ടേസ്റ്റി ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഒരു എക്സൈറ്റിംഗ് ട്രിപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ട്രിപ്പ് എവിടേക്കെന്നല്ലേ? ഇറ്റ്സ് ടു ദ പാലസ് ഓഫ് നിസാംസ് അഥവാ റെസിഡൻസ് ഓഫ് നിസാംസ്, ദാറ്റ് ഈസ് ചൗമഹല്ല പാലസ് ഇൻ ഹൈദരാബാദ്. ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ് ഇവരെക്കുറിച്ച്. എബൌട്ട് നിസാംസ്, ദ റിച്ചസ്റ്റ് പീപ്പിൾ എവർ ലിവ്ഡ്. അവരുടെ കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ചൗമഹല്ല, ചൗ പറഞ്ഞാൽ 4, 4, മഹൽ പറഞ്ഞ പാലസ്, 4 കൊട്ടാരം എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. സോ ഈ കൊട്ടാരത്തിൻ്റെ ഉൾക്കാഴ്ചയിലോട്ട് പോകാം. പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം മാനിച്ചാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. ടിക്കറ്റ് ചാർജ് അഡൾട്ട്സ് 60 rupees, ചിൽഡ്രൻസ് ബിലോ 12 years ഓഫ് ഏജ് ആണെങ്കിൽ 20 rupees, ഫോറിനേഴ്സ് 300 rupees. പിന്നെ ഫോട്ടോഗ്രാഫിക്ക് എക്സ്ട്രാ ചാർജ് എടുക്കേണ്ടവർ 60 rupees. പിന്നെ ടൈമിംഗ് എങ്ങനെ വെച്ചാൽ ഫ്രം 10 AM to 5 PM. പിന്നെ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഓൺ ഫ്രൈഡേസ് ആൻഡ് അതർ നാഷണൽ ഹോളിഡേയ്സ്. അകത്ത് കയറിയതിന് ശേഷം നമുക്ക് കാണാം, ഈ പാലസ് ഒരു മെജസ്റ്റിക് വ്യൂ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത്. ഈ പാലസിൻ്റെ ഇംപ്രസീവ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇമ്പോസിങ് ആർക്കിടെക്ചർ. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പാലസിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല മാർവലസ് ആയിട്ടൊരു ഫൗണ്ടൻ ഒരുക്കിയിട്ടുണ്ട്. കൂടെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ലഷ് ഗ്രീൻ ഗാർഡൻസ്. മെയിനായിട്ട് ഈ പാലസിൻ്റെ കോമ്പൗണ്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ഈ ബോർഡിൽ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഹ്യൂജ് ബ്യൂട്ടിഫുൾ ഡോംസ്, പിന്നെ ലാർജ് വിൻഡോസ് ആൻഡ് ഇറ്റ്സ് കാർവിംഗ് ഡിസൈൻസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഹൈദരാബാദിലെ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു. അറൗണ്ട് 2005 ഗവൺമെൻറ് ഇത് ഓപ്പണാക്കി കൊടുത്തത്, ടൂറിസ്റ്റിന് ഓപ്പണാക്കി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് 200 years പഴക്കം ചെന്ന കൊട്ടാരമായി മാറിക്കഴിഞ്ഞു ഇത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ദിസ് പാലസ് ഈസ് സ്റ്റിൽ വെൽ ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. ഇതാണ് കിലാവത്ത് മുബാറക് അല്ലെങ്കിൽ കിലാവത്ത് പാലസ്, നിസാം സർക്കാരിൻ്റെ ദർബാർ. നിങ്ങൾ ഈ കാണുന്ന ഇവിടെയാണ് അസംബ്ലി നടക്കാറുള്ളത്. ഇവിടെ കാണുന്ന ഇതാണ് ദർബാർ ത്രോൺ, നിസാം സർക്കാരിൻ്റെ ദർബാർ ത്രോൺ. ഇവിടെ ഇരുന്നിട്ടാണ് പല മീറ്റിങ്സും റോയൽ ഗാദറിങ്സ് എല്ലാം നടക്കാറുള്ളത്. ദർബാർ ഹാളിൻ്റെ 2 വശത്തായിട്ട് വലിയ മുറികളിലായിട്ട് അവർ നിസാം സർക്കാരിൻ്റെ ലൈഫ് ഹിസ്റ്ററി, പല പിക്ചേഴ്സ് ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ തന്നെ അവർ യൂസ് ചെയ്ത പല ഐറ്റംസ് ഇൻക്ലൂഡിങ് കറൻസി, സ്റ്റാമ്പ്സ്, അങ്ങനെ പലതും അവർ ഗ്ലാസ് ഷെൽഫിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവർ യൂസ് ചെയ്ത പല സ്റ്റാമ്പ്സ്. ഈ കാണുന്ന ദർബാർ ഹാളാണ് ഹാർട്ട് ഓഫ് ദ പാലസ് എന്ന് പറയപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഓഫ് ഗ്ലാസ് ചാൻഡിലിയേഴ്സ് ഹാങ്ങിങ് ഫ്രം ടോപ്പ്. ഹാളിൽ കാർവ് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ ഈസിലി ബ്യൂട്ടിഫുൾ. പിന്നെ ഞാൻ അതിൻ്റെ എതിർവശത്തുള്ള മുറിയിലോട്ട് പോയി. അവിടെയും ഇതേപോലെ തന്നെ കുറേ അവരുടെ ലൈഫ് ഹിസ്റ്ററി കാണിക്കുന്ന പല പിക്ചേഴ്സും അവരുടെ ഹിസ്റ്ററിയും എല്ലാം അവരിങ്ങനെ എലാബറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിസാംസിൻ്റെ ചരിത്രം പഠിക്കുന്ന പലർക്കും പലതും അറിയുവാനും മനസ്സിലാക്കുവാനുള്ള പല കാര്യങ്ങൾ അവരിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വായിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. These pictures speaks a lot about their history.
ആറാമത്തെ നിസാം 7 വയസ്സുള്ളപ്പോൾ നോബിൾസിന് കൂടെ ഇരിക്കുന്ന പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അവർ ബിൽഡ് ചെയ്ത പല പള്ളികളുടെ 3D ആർക്കിടെക്ചർ വ്യൂ ആണിത്. നിസാംസിൻ്റെ കാലത്ത് യൂസ് ചെയ്ത കറൻസി നോട്ടുകളാണ് ഇതൊക്കെ. ദർബാർ ഹാൾ നടക്കുന്ന മീറ്റിംഗ് നല്ലപോലെ അവർ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞുവല്ലോ, 2005 ഗവൺമെൻറ് ചൗമഹല്ല പാലസ് മ്യൂസിയമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അതിൽ റോയൽ ഫാമിലീസ് എല്ലാവരും കൂടി ആ ഗ്യാതറിംഗ് സെറമണിയിൽ ഉണ്ടായിരുന്ന പിക്ചേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. റെസ്റ്റ് ഓഫ് ദ ഗാലറീസ് അപ്സ്റ്റേഴ്സാണ്. ഞങ്ങളങ്ങനെ അപ്സ്റ്റേഴ്സ് പോവാണ്. പറയുകയാണെങ്കിൽ ജസ്റ്റ് ലുക്സ് ലൈക്ക് നമ്മുടെ മൺചിത്ര താഴിലെ ആ സ്റ്റെയർ കേസ് പോലെയൊക്കെയാണ് ഒരു ഫീല് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ പോകുന്നത് ഹെറിറ്റേജ് ആർട്സ് ഹാളിലോട്ടാണ്. ഇവിടെ പല റൂളേഴ്സിൻ്റെയും പിക്ചേഴ്സ് അവർ എൻലാർജ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ വിൻഡോയിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് വി ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ കോർട്ട്യാർഡ്. ദിസ് പാലസ് ഹാസ് എ മാസീവ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ഏരിയ തന്നെ ഉണ്ട്. ദിസ് ഈസ് അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ വ്യൂ ഫ്രം ഹിയർ. പിന്നെ അതിൻ്റെ മറുവശത്ത് നമുക്ക് അവിടുത്തെ വിൻഡോയിൽ സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ദർബാർ ഹാളിൻ്റെ വ്യൂ കിട്ടും. ശരിക്കും ഇത് അപ്സ്റ്റെയർന്ന് ദർബാർ ഹാളിലെ വ്യൂ ആണത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഹാൾ ഓഫ് ഹെറിറ്റേജ് ക്രാഫ്റ്റ്സ്. Here you can see many furnitures with carved designs. പിന്നെ കുറേ ഹാൻഡ് വൂവൻ ആയിട്ടുള്ള എംബ്രോയ്ഡറി ആൻഡ് ടെക്സ്റ്റൈൽസ്. പിന്നെ there are many crafts which they have also imported from Persia, China and Japan etc. നെക്സ്റ്റ് ഞാൻ പോകുന്നത് ഹെറിറ്റേജ് ക്രോക്കറി ഹാളിലോട്ടാണ്. ഇവിടെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്രോക്കറി ഐറ്റംസാണ് അവർ കൂടുതലായിട്ട് ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഓരോ പീസ് ഓഫ് ക്രോക്കറി സാധനങ്ങൾ, പ്ലേറ്റ്സ്, മഗ്സ്, ഗ്ലാസ് വെയർസ്, ട്രേസ്, മഗ്സ്, അങ്ങനെ പലതും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ മനോഹരമായിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങളങ്ങ് താഴോട്ട് ഇറങ്ങുവാണ്. ഓരോ സ്റ്റെയർ കേസിന് അവിടെ വിൻഡോ ഉണ്ട്. അവിടെ നമുക്ക് സൈഡായിട്ടുള്ള കോർട്ട്യാർഡ് കാണാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പോകുന്ന ഹാളിലാണ്. ഇവിടെ ഫുൾ ഓഫ് സ്വാർഡ്സ്, അവർ യൂസ് ചെയ്ത ഗൺസ്, വെപ്പൺസ്, അങ്ങനെ പലതും അവർ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ.
ഇവിടെ വാളിൽ ഫുള്ളായിട്ട് അവർ എല്ലാ സോൾസും എല്ലാം നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിന് എതിർവശത്തുള്ള മറ്റൊരു മുറിയാണ്. അതും ഇതേപോലെ അവർ യൂസ് ചെയ്ത വെപ്പൺസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിന് ഓരോ യൂസും അതിൻ്റെ ഗൈഡും അവരവിടെ കൊടുത്തിട്ടുണ്ട്. 1750 പാലസിൻ്റെ കൺസ്ട്രക്ഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 5th നിസാം ഓഫ് ഹൈദരാബാദ്, അതായത് അസാഫ് ജാഹ് ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ 1969 പൂർത്തീകരിച്ചത്. അതിൽ പിന്നെ ഇത് നവാബ്സ് ഓഫ് ഹൈദരാബാദിൻ്റെ മെയിൻ റെസിഡൻസ് ഏരിയ ആയി മാറി. പല ഫെസ്റ്റിവൽസ്, സെറിമണീസ്, റോയൽ മീറ്റിംഗ്സ്, വെൽക്കം പാർട്ടീസ്, അങ്ങനെ പല ഫംഗ്ഷനും വേദിയായി കഴിഞ്ഞു. Vintage car collection is another attraction of this Chowmahalla Palace. This one is the Kilworth clock, the clock tower. It is very famous for ticking since the construction. Reality is that it originally covers around 45 acres of land എന്നാണ് പറയുന്നത്. Lad Bazaar in the north to Aspen Chowk Road in the south. But ഇപ്പോൾ it is only just 12 acres of land. ശരിക്കും പറഞ്ഞാൽ this palace show as the luxuriousness of Nizam's lifestyle. ഹിസ്റ്ററി ക്രേസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഇത് ബെസ്റ്റ് പ്ലേസ് ആണ്. എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.